ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അമൃതമോളെ, ഓൾ ദ ബെസ്റ്റ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ രണ്ടാൾക്കും. ശ്രീനാഥ്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങണേ. അമ്മ ഇങ്ങോട്ടില്ല. രാജന്റെയും ബാലന്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് മുൻപ് മറ്റൊരാളിന്റെ കൂടി അനുഗ്രഹം വാങ്ങണമെന്ന് എനിക്കൊരാഗ്രഹം. ദേ സാജ, സാജ ഒന്ന് മണ്ഡപത്തിലേക്ക് വരൂ. ഇല്ല, ഞാൻ ഇവിടെ നിന്നോളാം. സാജൻ ഒരാൾ കാരണമാണ് മുഹൂർത്തത്തിന് തന്നെ അമ്മുന്റെ വിവാഹം നടന്നത്. ഇല്ല അല്ലേ? തീർച്ചയായും എന്റെ കുഞ്ഞുങ്ങൾക്ക് സാജന്റെ അനുഗ്രഹം കൂടി വേണം. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മോളെ എന്ന് വിളിക്കും. ചെല്. ഞാൻ എന്റെ ഏട്ടനും ഏട്ടത്തിക്കും സാജൻ ചേട്ടന്റെ അനുഗ്രഹം കൂടി വേണം. പ്ലീസ്. വാ വാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അമൃതമോളെ, ഓൾ ദ ബെസ്റ്റ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നന്നായിട്ട് ജീവിക്കാൻ കഴിയട്ടെ രണ്ടാൾക്കും. പൊന്നുപോലെ നോക്കണേ. എന്റെ ശ്രീയേട്ടനെ ഏട്ടത്തിയെ കൈ വെള്ളയിൽ കൊണ്ടു നടക്കും. ശരി. എന്നാ ഇനി ഇങ്ങോട്ട് പോവോ? ആയിക്കോട്ടെ. ശരി. ആയിക്കോട്ടെ. ശരി. താങ്ക്സ്. ശരി, ഇനി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക. മോളെ, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുക. അവന്റെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇനി മോള് വേണം ശരിയാക്കി എടുക്കാൻ. അതൊക്കെ ഇനി അമൃത നോക്കിക്കോളും. അമ്മയ്ക്കൊരു ടെൻഷനും വേണ്ട. അല്ലേ അമൃത? സാജ, ഇനിയും വരണം പുത്തമ്പരക്കലേക്ക്. ഇവിടല്ല, അങ്ങ് പട്ടണത്തിലേക്ക്. അടുത്ത മാസം ഷൂട്ടിന് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഉറപ്പായിട്ടും നമ്പ്യാരങ്ങന്റെ വീട്ടിലേക്ക് വരും. ആയിക്കോട്ടെ, വെൽക്കം. സാജൻ ചേട്ടൻ ഇനി നേരെ ലൊക്കേഷനിലേക്കാണോ? അതെ, ഷൂട്ടിന് പോകുന്ന വഴിയായിരുന്നല്ലോ രക്ഷാപ്രവർത്തനം നടത്തിയതും ഇവിടെ കല്യാണം കൂടാൻ എത്തിയതും ഒക്കെ. ഞാൻ ചെന്നിട്ട് വേണം അവർക്കവിടെ ഷൂട്ട് തുടങ്ങാൻ. ശ്രീയേട്ടനെയും ചേച്ചിയും കൂട്ടി ഉറപ്പായി ഞാൻ ഷൂട്ടിംഗ് കാണാൻ വരാം. പക്ഷേ എനിക്കൊരു റോള് തരണം. നിനക്ക് നല്ലൊരു റോള് ഞാൻ പറഞ്ഞ് സെറ്റാക്കാം. എന്താ പോരെ? അല്ല, നീ എന്താ എന്നോടൊരു സെൽഫി പോലും ചോദിക്കാതെ? അത് എന്റെ ഫോൺ അത്ര നല്ലതല്ല. സാരല്ല, എന്റെ ഫോണില് ഞാൻ നിന്റെ ഒരു സെൽഫി എടുക്കാം. എന്റെ അനിയത്തി കുട്ടിക്കൊപ്പം ഒരു സെൽഫി. വാ, എല്ലാരും കൂടെ നിൽക്കാം. ഓക്കെ ആണോ? ശരി സാർ, അപ്പൊ കാണാം. ശരി.
ഞങ്ങൾ ഇത്രയും നാളും നെഞ്ചിലേറ്റി വളർത്തിയ കുഞ്ഞ. ഇവളുടെ മുഖം ഒന്ന് വാടാൻ പോലും ഞങ്ങൾ ആരും അനുവദിച്ചിട്ടില്ല. എന്റെ മോളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജലജാത് ക്ഷമിക്കണം. എന്തേ പറയുന്നേ? അമൃതയെ മരുമകളായിട്ടല്ല, എന്റെ മകളായിട്ട് തന്നെ ഞാൻ കാണുന്നത്. മഹാലക്ഷ്മിയാ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറാൻ പോന്നേ. ഒരിക്കലും അമൃതയുടെ കണ്ണു നിറയാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവില്ല. ഞാനത് വാക്ക് തരുന്നു. അമൃതേച്ചിക്ക് ഒരു കുറവും വരാതെ ഞങ്ങള് നോക്കിക്കൊള്ളാം ആന്റി. ശ്രീയേട്ടൻ അമൃതേച്ചെ സങ്കടപ്പെടുത്തിയ അമൃതേച്ചയും കൂട്ടി ഞാൻ പുത്തമ്പുരക്കിലേക്ക് വരാം. പോരെ? മാളു, എവിടെ എന്താ പറഞ്ഞെന്ന് നിനക്കറിയില്ലേ? നാവടക്ക് മിണ്ടായിരിക്കും. അമ്മ നിന്റെ ചിരികളായിരുന്നു മോളെ നമ്മുടെ വീടിന്റെ വെളിച്ചം. സന്തോഷിക്കണോ കരയണോ എന്ന് അച്ഛൻ അറിയില്ല മോളെ. അല്ല സുധേ, നമ്മുടെ മാളൂരിന്റെ കല്യാണക്കാര്യം എന്തായി? അത് പിന്നെ അവളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ച മട്ടാ സാറേ. ഓഹോ, അപ്പോ പയ്യനോടുന്ന? അത് പിന്നെ നല്ല കുടുംബമാ സാറേ. അതെ ജലജേച്ചി, രാഹുകാലത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും വീട്ടിൽ കയറണ്ടേ? അല്ല, എന്നാ പിന്നെ പുറപ്പെട്ടാലോ? എന്നോട് ക്ഷമിക്കേച്ചി. ചേച്ചിക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.